ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് നമ്മളൊരു HTTP റെസ്പോൺസ് എങ്ങനെയാണ് പേജിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. ഇനി നമുക്ക് ആക്ച്വലി ഒരു പേജ് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് HTTP റെസ്പോൺസായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ജാങ്കോയുടെ പൈത്തൻ്റെ ഒരു പേജ് എടുത്തു, ഇതെല്ലാം ഒരു ഡിസൈൻ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പേജിൽ ഡീറ്റെയിൽ ആയിട്ട് വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് HTTP റെസ്പോൺസായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. HTML പേജിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് HTML എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതൊരു ഡിസൈനൊക്കെ ചെയ്യുന്നതിനാണ് ബുദ്ധിമുട്ട്. ജസ്റ്റ് ഒരു HTML യൂസ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജാങ്കോയിലൊരു HTML പേജ് ഇടുന്നതിന് വേണ്ടി ജാങ്കോയിൽ നമ്മൾ HTML പേജെല്ലാം ഇടുന്നത് ടെംപ്ലേറ്റ്സ് എന്ന ഒരു ഫോൾഡറിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഈ മൈ സൈറ്റ് എന്ന ഫോൾഡർ, അതായത് മെയിൻ ഫോൾഡർ, സബ് ഫോൾഡറല്ല, അതിനുള്ളിൽ ക്രിയേറ്റ് ആവാൻ ശ്രദ്ധിക്കണം. ഇൻ കേസ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പാത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാത്ത് മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ മൈ സൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അത് മൈ സൈറ്റിൽ ക്രിയേറ്റ് ആവും. ഇൻ കേസ് നിങ്ങൾ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ അത് ആപ്പിനുള്ളിലായിപ്പോവും. അപ്പോൾ നമുക്ക് മൈ സൈറ്റിനകത്താണ് ഫോൾഡർ വേണ്ടത്. ന്യൂ എടുക്കുക, ഡയറക്ടറി ക്ലിക്ക് ചെയ്യുക, പേര് കൊടുക്കുക, ടെംപ്ലേറ്റ്സ് എന്നൊരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റ്സ് എന്നൊരു ഫോൾഡർ. ഇതിനുള്ളിലാണ് നമ്മൾ ഇനിയൊരു HTML പേജ് ക്രിയേറ്റ്. അപ്പോൾ ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുക്കുക. നമുക്ക് പൈത്തണിൽ പൈച്ചാമിൽ HTML ഫയൽ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള, ഇല്ലെങ്കിൽ നമുക്ക് വേറെ VS കോഡൊക്കെ ഉപയോഗിക്കണമെങ്കിൽ .html എക്സ്റ്റൻഷൻ കൊടുത്ത് നമ്മളതിന് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ഡയറക്റ്റ് നമുക്ക് HTML ഫയൽ ക്ലിക്ക് ചെയ്ത് പോയത് ജസ്റ്റ് അത് മിസ്സായിപ്പോയി, ഡബിൾ ക്ലിക്കായിപ്പോയി. HTML ഫയൽ നെയിം വന്നു, ഫയൽ നെയിം വന്നു. നമുക്ക് ഹോം പേജാണ് ക്രിയേറ്റ് ചെയ്യണേ. ജസ്റ്റ് ഹോം എന്ന് കൊടുക്കുക. HTML5 4 ഉണ്ട്, നമ്മൾ ലേറ്റസ്റ്റ് HTML5 ആണ്. 5 ക്ലിക്ക് ചെയ്തു, ദെൻ ഒരു HTML ഫയൽ ക്രിയേറ്റ് ആയി വന്നു. നമ്മുടെ പേര് കണ്ടോ, home.html. അത് ടെംപ്ലേറ്റ്സിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ HTML അതിനൊരു ഡോക്യുമെൻറ്റ് ടൈപ്പ്, ഒരു ടാഗ് ആയിട്ടാണ് എല്ലാം പറയുന്നത്. ഇത് ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML, ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു HTML, ഇതൊരു ടാഗാണ്. ഈ HTML ഇവിടെ ടാഗ് ഓപ്പൺ, ഇവിടെ ക്ലോസ്ഡ്. ഒരു ടാഗ് ഓപ്പൺ ചെയ്യും, അതിൽ ക്ലോസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ HTML പേജിന് ഉള്ളിലാണ്. ജസ്റ്റ് ഞാൻ ഈ HTML-നകത്താണ് ഈ പേജ്. നമ്മൾ ഹെഡർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനാണ്. ഹെഡ് ടാഗ് ഓപ്പൺ, ഹെഡ് ടാഗ് ക്ലോസ്. അതിനകത്തൊരു മെറ്റ UTF-8 ടൈറ്റിൽ. ഈ ടൈറ്റിലായിരിക്കും നമുക്കവിടെ കാണിക്കുന്നത്. ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഹോം എന്ന് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അതായിരിക്കും അതിൻ്റെ ടൈറ്റിലായിട്ട് HTML കാണിക്കുന്നത്. അതുപോലെ ബോഡിക്കകത്താണ് നമ്മൾ പേജിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കൊടുക്കുന്നത് ബോഡിക്കകത്താണ്. അപ്പോൾ ബോഡിക്കകത്ത് ഞാൻ കൊടുക്കുന്നു. നമുക്ക് ടാഗുകൾ പല ടൈപ്പുണ്ട്. H ടാഗ്, P ടാഗ്, അതുപോലെ LI ടാഗ്, ഫോംസ്, ടേബിൾസ്, ഒരുപാട് ടാഗ്സും കാര്യങ്ങളും. ടേബിൾ ഉണ്ടാക്കുക, ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുക, ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ HTML ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമുക്ക് HTML വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു H ടാഗ് നമുക്ക് H1 ഉപയോഗിക്കാം. H1 നിങ്ങൾ ടാഗ് അടിക്കുമ്പോൾ H1 അല്ലെങ്കിൽ H ടൈപ്പ് ചെയ്തിട്ട് ടാബ് കീയിൽ പ്രസ് ചെയ്ത് ടാഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണും ക്ലോസും ആകും. നമുക്കത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. H ടാഗിൽ നമുക്ക് ഇറ്റ്സ് മൈ ഫസ്റ്റ് HTML പേജ്. ഓക്കെ, ഇവിടെ ഒരു ക്രോമിൻ്റെയും സഫാരിയുടെയും മോസില്ലയൊക്കെ കാണിക്കുന്നുണ്ടോ? അതായത് നമുക്ക് ഈ എഴുതിയ പേജ് ഡയറക്റ്റ് നമുക്ക് ബ്രൗസറിലൊന്ന് എടുത്ത് നോക്കുന്നെങ്കിൽ എങ്ങനെയാണിത് വർക്ക് ആയിക്കണമെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല, ഇറ്റ്സ് മൈ ഫസ്റ്റ് പേജ് നമുക്ക് ചെയ്യാം.
ഫസ്റ്റ് നമ്മൾ ജാങ്കോയിൽ എക്സ്ട്രാ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ല അത് ജാങ്കോയിൽ സെറ്റിങ്സിൽ പറഞ്ഞു കൊടുക്കണം. അതായത് മൈ സൈറ്റിലാണ് നമ്മൾ സെറ്റിങ്സ് ഇറങ്ങുന്നത്. സെറ്റിങ്സിൽ പറഞ്ഞു കൊടുക്കണം. ഇതിൽ ടെംപ്ലേറ്റ്സിന് ഡാറ്റാബേസ് ടെംപ്ലേറ്റ്സ് കണ്ടോ, ടെംപ്ലേറ്റ്സ് ഒരു സെറ്റിങ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറി പറഞ്ഞു കൊടുക്കണം. വെറുതെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ ടെംപ്ലേറ്റ്സിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. ഈ ടെംപ്ലേറ്റ് എന്ന ഫോൾഡർ ഈ ബേസ് പാത്തിനോട് ചേർന്ന് വരും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസ് ഡയറക്ടറി കേസെല്ലാം ഇവിടെ നമ്മൾ OS ഡോട്ട് പാത്ത് ഡോട്ട് ജോയിൻ, 2 പാത്തുകൾ ജോയിൻ. ഏതൊക്കെ പാത്താണ് ഉള്ളത്? നമുക്ക് ബേസ് ഡയറക്ടറിയിലേക്ക് നമ്മുടെ ബേസ് പാത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുക, ബേസ് ഡയറക്ടറി നമുക്ക് ഡയറക്റ്റ് വിളിക്കാം, കാരണം ഇതിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ബേസ് ഡയറക്ടറി നമുക്ക് ഡയറക്റ്റ് വിളിക്കാം. ഇനി രണ്ടാമത് നമ്മൾ ബേസ് ഡയറക്ടറിയുടെ ഏത് പാത്താണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ പാത്ത്. അപ്പോൾ അത് നമ്മൾ കോഡ്സിൽ കൊടുക്കണം, കാരണം അത് പുറത്തുനിന്നുള്ളൊരു വേരിയബിൾ ആയതുകൊണ്ട്, വേരിയബിൾ അല്ല ഒരു നെയിം ആയതുകൊണ്ട്. സ്പെല്ലിംഗ് ഒക്കെ നോക്കണം. നമ്മൾ സ്പെല്ലിംഗ് മാറിപ്പോയതിന് കുഴപ്പമില്ല, രണ്ടും സെയിം ആയിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ പാത്ത് ഇല്ലാത്ത സെറ്റിങ്സിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂസിൽ ചെല്ലാം. നമ്മൾ ഓൾറെഡി നോക്കിയാണ് നമ്മൾ URL പാത്തിൽ // വിളിക്കും. ഹോംസിന് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് നോക്കിയാണ്, ഇവിടെ നിന്ന് എടുത്ത് കളയണത്. // ഇൻഡെക്സ് എന്നൊരു ഹോമിൽ ഇൻഡെക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് വ്യൂവിൽ. അവിടെ പോയി നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയതാണ്. ഇതിൽ നമ്മൾ ഇത്ര നേരം HTTP റെസ്പോൺസാണ് ഉപയോഗിച്ചത്. റെൻഡർ എന്നൊരു സംഭവം നമ്മൾ ആദ്യം കണ്ടത് യൂസ് ചെയ്തില്ല. HTML പേജിനെ റെൻഡർ ചെയ്യാനുള്ള ഫങ്ഷനാണത്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യില്ല. റിട്ടേൺ റെൻഡർ അതിൽ തന്നെ കൊടുത്തതുണ്ടോ? റിട്ടേൺ റെൻഡറിൽ കൊടുക്കേണ്ട ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റുകൾ റിക്വസ്റ്റ്, ടെംപ്ലേറ്റ് നെയിം, കോണ്ടെക്സ്റ്റ് ടൈപ്പ്, സ്റ്റാറ്റസ് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് മസ്റ്റായിട്ടും വേണം. ഒന്ന് റെൻഡർ ചെയ്യുമ്പോൾ റിക്വസ്റ്റ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ റിക്വസ്റ്റാണ് ഒരു HTML റിക്വസ്റ്റ് അല്ല HTTP റിക്വസ്റ്റാണ് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്നത്. അതിന് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റിട്ടേൺ റെൻഡർ ബ്രാക്കറ്റിൽ നമ്മൾ ആദ്യം റിക്വസ്റ്റിന് പാസ് ചെയ്യണം. റിക്വസ്റ്റ് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ നെയിം. നമ്മൾ ടെംപ്ലേറ്റിൻ്റെ പേര് home.html. ഇത് പുറത്തുനിന്നുള്ള നെയിമാണ്. സോ നമ്മളതിനെ കോഡ്സിൽ കൊടുക്കണം. home.html. ജസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എററൊന്നുമില്ല. റിഫ്രഷ് ചെയ്യാം. ഇറ്റ്സ് മൈ ഫസ്റ്റ് HTML പേജ്. ഇപ്പോൾ ഈ HTML പേജിൽ നിന്നാണ് നമ്മുടെ വ്യൂ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് HTML പേജിൽ പോയിട്ട് ഒരു ടാഗ് കൊണ്ട് വെറുതെ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യണോ? H1 ടാഗ്. വർക്കാണ് നോക്കാം. ഇവിടെ ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ജാങ്കോ ട്യൂട്ടോറിയൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പേജ് ഇതിൽ ഡിസൈൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്താൽ ആ പേജ് ഇതിപ്പോൾ നമുക്ക് ഈസി ആയില്ലേ കാര്യങ്ങൾ? കോപ്പി പേസ്റ്റ് ചെയ്താണ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പേജുകളൊക്കെ കാണുന്ന പോലെ ഡിസൈൻ ചെയ്ത് ആ പേജ് ജസ്റ്റ് ഇവിടെ വ്യൂ ഫംഗ്ഷനിൽ ഈ HTML പേജ് പറഞ്ഞു കൊടുത്താൽ ഒരു പേജ് നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടും. വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. സിമ്പിളാണ് ഇതിൻ്റെ സ്ട്രക്ചറും ഇതിൻ്റെ ലോജിക്ക് ഭയങ്കര സിമ്പിളാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇതൊരു ബേസിക് ഐഡിയ ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഈ ട്യൂട്ടോറിയൽ ഇവിടെ ഫിനിഷ് ചെയ്യാം. അടുത്ത കേസിൽ നമുക്കിതിൻ്റെ ബാലൻസ്, കോണ്ടെക്സ്റ്റ്, ബാക്കി കാര്യങ്ങൾ, മോഡലുകൾ, കുറേ കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. പിന്നെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.